ആദ്യഘട്ടം മുതൽ തന്നെ മണ്ണാർക്കാട് എൻ ഷംസുദ്ദീന്റെ ലീഡാണ് കണ്ടുകൊണ്ടിരുന്നത്. അമ്പലപ്പുഴയിൽ എച്ച് സലാം 749 വോട്ടുകൾക്ക് അവിടെ ഇടയ്ക്ക് ജി സുധാകരൻ മുന്നിൽ വന്നെങ്കിലും ഇപ്പോൾ LDF സ്ഥാനാർത്ഥി എച്ച് സലാം 700-ലധികം വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നു. ഉടുമ്പൻചോലയിൽ സേനാപതി വേണു UDF സ്ഥാനാർത്ഥി മുന്നേറുകയാണ്. കാഞ്ഞങ്ങാട് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ 1500-ലധികം വോട്ടുകൾക്ക് മുന്നേറുകയാണ്. പത്തനാപുരത്ത് എനിക്ക് തോന്നുന്നു ജ്യോതികുമാർ ചാമക്കാലയാണ് വീണ്ടും മുന്നിൽ വന്നിരിക്കുന്നത്. KB ഗണേഷ് കുമാർ പിന്നിൽ പോയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കൊല്ലത്ത് ബിന്ദു കൃഷ്ണ മുന്നിൽ നിൽക്കുന്നു. പയ്യന്നൂരിൽ TA മധുസൂദനൻ തന്നെ മുന്നിൽ നിൽക്കുന്നു. നമുക്കറിയാം കണ്ണൂർ ജില്ലയിൽ ഒരുപാടധികം വിവാദങ്ങൾ സംഭവിച്ചതാണ്. പക്ഷെ അവിടെയൊന്നും ആ വിവാദങ്ങളൊന്നും ഒരല്പം പോലും വേശിയില്ല എന്നുള്ളതാണ് അവിടുത്തെ കണക്കുകൾ നമുക്ക് പറഞ്ഞു തരുന്നത്. പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണൻ പിന്നിലാണ്. ചാത്തന്നൂരിൽ കളമശ്ശേരിയിൽ V അബ്ദുൽ ഗഫൂർ 500-ലധികം വോട്ടുകൾക്ക് അവിടെ മന്ത്രി P രാജീവാണ് എതിർ സ്ഥാനാർത്ഥി. P രാജീവിനേക്കാൾ അബ്ദുൽ ഗഫൂർ കൂടുതൽ വോട്ടുകൾ നേടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മൻ തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ചവറയിൽ ഷിബു ബേബി ജോൺ മുന്നിട്ട് നിൽക്കുകയാണ്. നെടുമങ്ങാട് GRNലാണ് മുന്നിൽ നിൽക്കുന്നത്. നെടുമങ്ങാട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മീനാങ്കൽ കുമാർ CPI വിട്ടുവന്ന നേതാവാണ് UDFന് വേണ്ടി മത്സരിച്ചത്. പക്ഷേ അദ്ദേഹം ചിത്രത്തിലേ വന്നിട്ടില്ല. പൂഞ്ഞാറിൽ MJ സെബാസ്റ്റ്യനാണ്. ഒല്ലൂരിൽ K രാജൻ മുന്നിൽ നിൽക്കുന്നു. പുതുക്കാട് KK രാമചന്ദ്രൻ LDFന് വേണ്ടി മുന്നിൽ നിൽക്കുന്നു. ഒല്ലൂരിൽ മന്ത്രി K രാജനാണ്. പല വിവാദങ്ങളുണ്ടായെങ്കിൽ പോലും വയനാട് ദുരന്തത്തിൽ നാട്ടിൽ VP സജീന്ദ്രൻ 2000-ലധികം വോട്ടുകൾക്ക് മുന്നേറുകയാണ്. UDFന്റെ കണക്ക് മാറുന്നുണ്ട്. 84, UDF 84, LDF 51, NDA 4. NDA കണക്ക് സ്റ്റേബിൾ ആയി തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. 4-5 LDFന്റെ കുറയുകയും UDF അടിക്കടി അതിന്റെ ലീഡ് നില വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഏറ്റവും ഒടുവിൽ 84 സീറ്റുകളിൽ UDF മുന്നേറുകയാണ്. പുതുക്കാട് KK രാമചന്ദ്രൻ LDF സ്ഥാനാർത്ഥി മുന്നിട്ട് നിൽക്കുന്നു. ഒല്ലൂരിൽ K രാജൻ മുന്നിട്ട് നിൽക്കുന്നു. വടക്കാഞ്ചേരിയിൽ സേവ്യർ ചിറ്റിൽപ്പള്ളി മുന്നിട്ട് നിൽക്കുന്നു. LDF സ്ഥാനാർത്ഥി നെയ്യാറ്റിങ്കര N ശക്തനാണ് മുന്നിലുള്ളത്. വടക്കാഞ്ചേരിയിൽ സേവ്യർ ചിറ്റിലപ്പള്ളി തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. വലിയൊരു മുന്നേറ്റം UDF 84 എന്നുള്ള കണക്കിലേക്ക് പോകുന്നുണ്ട്. LDF 51.